ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സെറമൈഡുകളെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോ എന്റെ വീഡിയോ കുറച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന മോയ്സ്ചറൈസറുകളിൽ ഒന്നാണ്. ഞാൻ പറയും, നിങ്ങൾ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നത് മാക്സിമം സെറമൈഡുള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കുക, സെറമൈഡുള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കുന്ന പറയും. ഞാൻ ഓരോ സ്കിൻ ടൈപ്പിനുള്ള സെറമൈഡുള്ള മോയ്സ്ചറൈസർ സെപ്പറേറ്റ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ് ഈ സെറമൈഡ് മോയ്സ്ചറൈസർ, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് അതിനെ പറ്റി പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് സെറമൈഡ് എന്ന് നോക്കാം. സെറമൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പശയാണ്. നമ്മുടെ സ്കിൻ സെൽസിനെയൊക്കെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് സെറമൈഡ്. ഇപ്പൊ നമ്മൾ സ്കിന്നിൽ സെറമൈഡ് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ സെറാമിക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് വേറെ. ഓക്കെ, അപ്പൊ അതാണ് ഈ സെറമൈഡ്. കാരണം ഞാൻ ഈ സെറമൈഡ് എന്ന് പറയുമ്പോൾ ആരും എനിക്ക് ഇൻസ്റ്റയിൽ ചോദിച്ചു, ചേച്ചി ഈ സെറാമിക് സെറമൈഡ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. ഒരു ബന്ധമില്ല, ഇത് വേറെ അത് വേറെ. അപ്പൊ നമ്മൾ സെറമൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സെൽസിനെ പിടിച്ചു നിർത്തുന്ന സാധനമാണ് സെറമൈഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിന്നിൽ. ഈ സെറമൈഡ്സുകൾ നമ്മുടെ സ്കിന്നിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചൊറിച്ചിൽ വരും. അതായത് ഡ്രൈ സ്കിന്നായിട്ട് മാറും, സോറിയാസിസ് വരും. അതായത് നമുക്ക് ഒരുമാതിരി ഒരു ഡ്രൈനെസ് വരത്തില്ലേ സ്കിന്നില്, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരും. ഈ സെറമൈഡ് നമ്മുടെ സ്കിന്നിൽ ഇല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ഫ്ലേക്കി സ്കിന്നാവും നമുക്ക് ഈ സെറമൈഡ് നമ്മുടെ സ്കിന്നിൽ ഇല്ലെങ്കിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ നാച്ചുറലി നമുക്ക് സെറമൈഡ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് മാറാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സെറമൈഡ്. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ സെറമൈഡ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് വാട്ടർ ലവിങ്, അതായത് ഹൈഡ്രോഫിലിക്കും വാട്ടറിന് ഇഷ്ടമല്ലാത്ത ഹൈഡ്രോഫോബിക്കും. ഹൈഡ്രോഫിലിക് സെറമൈഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് വെള്ളത്തിന് പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ഒക്ലൂസീവ് ആണ്, അതായത് വാട്ടറിന് തള്ളും പക്ഷേ സ്കിന്നിന്റെ പുറത്തൊരു ലെയർ ആയിട്ട് നിർത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബേസിക്കലി നമുക്ക് 2 സെറമൈഡും നമ്മുടെ സ്കിന്നിൽ വേണം. അതായത് ഹൈഡ്രോഫിലിക് സെറമൈഡും ഹൈഡ്രോഫോബിക് സെറമൈഡും ഉണ്ടെങ്കിലേ നമ്മുടെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ സെറമൈഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു സ്പോഞ്ച് കണക്കാണ്. അതായത് നമ്മൾ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ സ്പോഞ്ചിൽ വെള്ളം എത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റില്ലേ, അതുപോലെ സെറമൈഡ് നമ്മുടെ സ്കിന്നിൽ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി സെറമൈഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇനി നമുക്ക് സെറമൈഡിന്റെ ബെനിഫിറ്റ്സുകളെ പറ്റി നോക്കാം. ഫസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ വാട്ടറിനെ പിടിച്ചു നിർത്താനും വാട്ടറിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. അത് കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്ലംബിങ് എഫക്ട്, അതായത് നമ്മൾ കുടുകുടായിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല പിന്നെ സെറമൈഡിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അലർജി വന്നിട്ട് നമ്മുടെ സ്കിൻ ചൊറിഞ്ഞ് റെഡ്നെസ് ഒക്കെ ആയിട്ട് ഇരിക്കും, പൊങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ അത് കാം ചെയ്യാനായിട്ട്, അതായത് സ്കിന്നിൽ നിന്ന് കാം ചെയ്യാനായിട്ട് സെറമൈഡ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് സെറമൈഡ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിനെ ഒന്നും എന്താ ഇലാസ്റ്റിസിറ്റി, അതായത് നമ്മുടെ സ്കിന്നിന് നമുക്ക് ചുളിവൊക്കെ വരത്തില്ലേ, ആ ചുളിവൊക്കെ നമ്മുടെ സ്കിന്നിന് പിടിച്ച് നല്ല രീതിയിൽ വലിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി തരാനായിട്ട് സെറമൈഡ്സിന് പറ്റും. അപ്പൊ അതൊക്കെയാണ് സെറമൈഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെ ഒരു ഏത് സ്കിൻ ടൈപ്പും ആയിക്കോട്ടെ, അത് ഫോർമുലേഷൻ കറക്റ്റ് ആയിട്ടാണെങ്കിൽ സെറമൈഡ്സ് ഒരു കോമഡോജനിക് ആയിട്ടുള്ള സാധനമല്ല. അതായത് നിങ്ങൾക്ക് ഈ സെറമൈഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസുകളൊന്നും അടയാനായിട്ട് പോകുന്നില്ല. കാരണം ഓയിലി സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ആക്നെ പ്രോൺ സ്കിൻ ആയിക്കോട്ടെ, നിങ്ങളൊരു സെറമൈഡ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവത്തില്ല. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓയിലി സ്കിൻകാർ ചെന്നിട്ട് ഡ്രൈ സ്കിൻകാരുടെ സെറമൈഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ദോ അതിനകത്ത് സെറമൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് നല്ല ഓയിലി ആയിട്ടുള്ള ബേസ് ആയിരിക്കും. സോ അത് കാരണം ചിലപ്പോൾ നമുക്ക് സെറമൈഡ് റീസൺ അല്ലെങ്കിലും അതിന്റെ മറ്റുള്ള സാധനങ്ങൾ ചിലപ്പോൾ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഈ സെറമൈഡ് നിങ്ങളുടെ സ്കിന്നിന്റെ പോസിനെ ക്ലോഗ് ചെയ്യത്തില്ല. ഇനി നമ്മൾ ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഡ്രോബാക്സ് ഒന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമിഡോജനിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ചെറിയ രീതിയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് സെറമൈഡിൽ നിന്ന് തന്നെ ആവണം എന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക, ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കുക. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അലർജി വരുന്നത്. പക്ഷെ അലർജി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തതെന്ന് വെച്ചാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. ഫസ്റ്റ് ഞാൻ സിറത്തിന്റെയാണ് പറയുന്നത്. എനിക്കറിയാം ഇന്ന് വരെയും സെറമൈഡ് സിറത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. 1 വർഷം ഞാൻ വെയിറ്റ് ചെയ്ത് ഇന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ വെറുതെ മോയ്സ്ചറൈസർ പറയുന്നത് ഫൈൻ, അതല്ലാണ്ട് ഞാൻ സെറംസ് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയാസിനമയുടെ വിറ്റാമിൻ സി, കോജിക് ആസിഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സെറമൈഡ് സിറത്തിനെ പറ്റി നിങ്ങൾ സെറമൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റിനെ പറ്റി തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അതിന്റെ സിറത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രസക്തി ഇല്ലല്ലോ.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഏറ്റവും നല്ലത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണ്. പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാരാണെങ്കിലും നല്ല ഡ്രൈ ഫ്ലേക്കി സ്കിൻകാർക്കാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു സെറങ്ങളിൽ ഒന്നാണ് സെറമേഡ് സെറംസ്. റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നൈക്കയിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് മാത്രം വാങ്ങിക്കാനല്ല, നൈക്കയുടെ സ്കിൻ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതിനകത്ത് നൈക്കയുടെ സ്കിൻ ആർഎക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് സെറമേഡ് കിട്ടും. അതുപോലെ വിത്തിൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുണ്ട് സെറമേഡിന്റെ സെറം. പിന്നെ നമ്മുടെ ഡോക്ടർ ഷേത്തിൽ സിക്ക് ആൻഡ് സെറമേഡ് ഓവർനൈറ്റ് സെറംസ് ഉണ്ട്. എർത്ത് 10% നയാസിനമൈഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു സെറമേഡ് ഉണ്ട്. ഞാൻ ബേസിക്കലി ഇതിനകത്ത് ഇന്ത്യൻ ബ്രാൻഡുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളെ പറ്റി മാത്രമേ ഞാൻ സെറത്തിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇത്രയാണ് കുറച്ച് സെറത്തിന്റെ റെക്കമെൻഡേഷൻസ്. അടുത്തതെന്ന് വെച്ചാൽ ഇനി എന്തിന്റെയൊക്കെ കൂടെ നമുക്ക് സെറമേഡ് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും സെറമേഡ് മിക്സ് ചെയ്യാം. പിന്നെ പാക്കേജിങ്ങിലോട്ട് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും നൈറ്റ് മാത്രം, ഇപ്പം ഡോക്ടർ ഷെയ്ത്തിലോട്ട് വരുമ്പോൾ അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു എല്ലാ സെറംസും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ സിയുടെയും സാലിസിലിക് ആസിഡ് സെറത്തിന്റെ കൂടെയും ഗ്ലൈക്കോളിക് ആസിഡിന്റെയും ലാക്ടിക് ആസിഡിന്റെ സെറത്തിന്റെ കൂടെ എല്ലാം നമുക്ക് സെറമേഡ് സെറംസ് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരുപാട് എന്താ പറയുന്ന ഡെവിൾ വലിയ ഉപയോഗിച്ചു അത് കാരണം ഡ്രൈനെസ് അങ്ങനെയൊന്നും വരാനൊന്നും പോണില്ല. സോ എന്തിന്റെ കൂടെയും സെറമേഡ് സെറംസ് യൂസ് ചെയ്യും. പക്ഷെ ഫോർമുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ചിലതും നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയാണ് നമ്മുടെ സെറത്തിന്റെ റെക്കമെൻഡേഷൻസ്. ഇനി നമുക്ക് മോയിസ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷനിലോട്ട് പോകാം. ഇനി കുറച്ചധികം സെറമേഡ് മോയിസ്ചറൈസറുടെ റെക്കമെൻഡേഷൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് ഡോട്ട് ആൻഡ് കീയുടെ സെറമേഡ് മോയിസ്ചറൈസേഴ്സ്. ഇപ്പൊ എന്റെ വീഡിയോ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് 1 year ആയി വീഡിയോ എടുത്തു തുടങ്ങിയിട്ട്. ആ 1 year നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള മോയിസ്ചറൈസറിൽ ഒന്നാണ് ഡോട്ട് ആൻഡ് കീ. പക്ഷെ ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ മോയിസ്ചറൈസേഴ്സ് ആണ്. ഞാൻ ഓയിലി സ്കിൻകാർക്കുള്ള സെപ്പറേറ്റ് പറഞ്ഞുതരാമേ. പിന്നെ റിക്വലിന്റെ സെറമേഡ് മോയിസ്ചറൈസേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സെറാവിയുടെ സെറമേഡ് മോയിസ്ചറൈസർ നല്ലതാണ്. പിന്നെ ഹൈഫൻ അതിന്റെ സെറമേഡ് മോയിസ്ചറൈസർ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബി ബോഡി വൈസിലെ സെറമേഡ് മോയിസ്ചറൈസേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്തിൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുണ്ട് സെറമേഡ് മോയിസ്ചറൈസർ. നിങ്ങൾ കേൾക്കാൻ ചാൻസ് കുറവാണ്, അത് ലൈക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, പക്ഷെ നല്ല കമ്പനിയാണ്. പിന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുണ്ട് സെറമേഡ് മോയിസ്ചറൈസർ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫോക്സ്റ്റൈലിന്റെ സെറമേഡ് മോയിസ്ചറൈസർ, അത് നല്ലതാണ്. പിന്നെ ഫോർമുലാറെക്സ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു കമ്പനിയുടെ സെറമേഡ് മോയിസ്ചറൈസർ ഉണ്ട്. ഭയങ്കര ഹൈപ്പുള്ളതാണ്, നല്ലൊരു മോയിസ്ചറൈസർ ആണ്. ഡ്രൈ സ്കിൻക്കും എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കും പറ്റിയ നല്ലൊരു മോയിസ്ചറൈസർ ആണ്. ഇത്രയാണ് കുറച്ച് സെറമേഡ് മോയിസ്ചറൈസർ ഡ്രൈ, നോർമൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് പറ്റിയത്. ഇനി ഓയിലി സ്കിൻകാർക്ക് പറ്റിയ സെറമേഡ് മോയിസ്ചറൈസർ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇനി ഓയിലി സ്കിൻകാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ മിനിമലിസ്റ്റിന് 0.3% സെറമൈഡ് മോയിസ്ചറൈസറിന് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് ഡോട്ട് ആൻഡ് കീയുടെ നിയാസിനമൈഡ് ആൻഡ് സെറമൈഡ് മോയിസ്ചറൈസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നൈക്കയുടെ സെറമൈഡ് മോയിസ്ചറൈസർ ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ FA ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ സെറമൈഡ് മോയിസ്ചറൈസർ ഉണ്ട്, അതൊരു ലൈറ്റ് ഡിപ്പ് മോയിസ്ചറൈസർ എന്നാണ് പറഞ്ഞത്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ മോയിസ്ചറൈസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാം. അധികം ബേസ് അത്ര പ്രശ്നമില്ലാത്തൊരു മോയിസ്ചറൈസർ, ഒരു ജെൽ ടൈപ്പ് അല്ല, പക്ഷെ ലൈറ്റ് വെയ്റ്റഡ് മോയിസ്ചറൈസർ ആണ്. വേണമെങ്കിൽ നോർമൽ ടു ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. കാരണം ഇപ്പൊ ഡോട്ട് ആൻഡ് കീ എന്നൊക്കെ പറയുന്നത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ ഫോക്സ്റ്റൈല് ഈ പറഞ്ഞതിൽ ഫോക്സ്റ്റൈൽ മാത്രം കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോയിസ്ചറൈസർ ആണ്. അപ്പൊ ഇത്രയാണ് സെറമൈഡ് മോയിസ്ചറൈസറിന്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇനി ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ സെറമൈഡ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സെറമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ദോ സെറമൈഡ് സെറംസ് ഉണ്ടെങ്കിലും ഞാൻ മോയിസ്ചറൈസർ പ്രിഫർ ചെയ്യുന്ന ആളാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മോയിസ്ചറൈസർ നമ്മളെപ്പോഴും ഹൈഡ്രേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സെറം നമ്മൾ 2-3 സെറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറം വേറെ എന്തെങ്കിലും എടുത്തിട്ട് സെറമൈഡ് നമ്മൾ ഹൈഡ്രേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോയിസ്ചറൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഫേംനെസ് വരും. അത് ലിറ്ററലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നിങ്ങളിപ്പോ എന്നെ ഒരു വർഷമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, പക്ഷേ ഞാൻ ആ ഡോട്ട് ആൻഡ് കീ മോയിസ്ചറൈസർ സ്റ്റാർട്ട് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്റെ ഫേസിൽ ആ ഒരു ടൈറ്റ്നെസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് പറയുന്നത്, കാരണം ഞാൻ ഒരുപാട് ചിരിക്കുമ്പോൾ എന്റെ കണ്ണിന്റെ ഇവിടെ ചിരിക്കുമ്പോൾ കണ്ണ് ചെറുതായി പോണ ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇവിടെ ഒരുപാട് ഒരു റിങ്കിൾസ് വന്നിട്ടുണ്ട്. റിങ്കിൾസ് അല്ല, ഒരു ചുളിവുകൾ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച് സാഗ്നെസ് ഉണ്ടായിരുന്നു ഫേസിൽ. അത് മാറിയത് ഞാൻ സെറമൈഡ് മോയിസ്ചറൈസേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്രാൻഡ് അല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് നമ്പർ ഓഫ് ബ്രാൻഡ് സെറമൈഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. അപ്പൊ ഞാൻ ഒരുപാട് മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഞാൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ സെറമൈഡ് ആണ്. അതിന്റെ കാര്യം ഒന്ന് എലാസ്റ്റിസിറ്റി ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ഇപ്പൊ
ലൈക് ബേസിക് സ്കിൻ കെയർ ആണെങ്കിൽ നമുക്കൊരു ഹൈഡ്രേഷൻ ഉണ്ടല്ലോ, അതിനുവേണ്ടി സെറമൈഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു സ്പോഞ്ചിങ് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും ലേറ്റ് ആക്കി എന്തെന്ന് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം ലൈക് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് ഈ സെറമൈഡിന്റെ കാര്യം. പക്ഷെ അത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ മോയിസ്ചറൈസറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ തന്നെ സെറമൈഡ് നിൽക്കാൻ നിങ്ങൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സെറമൈഡിൽ. ഞാൻ അത് ഒന്നും കൂടെ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോ വിറ്റാമിൻ സി മോയിസ്ചറൈസർ വാങ്ങിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ നയാസിനമൈഡ് മോയിസ്ചറൈസർ വാങ്ങിക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈഡ്രേഷൻ. അപ്പൊ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് തന്നെ മെയിൻ ആയിട്ടുള്ള മോയിസ്ചറൈസർ വാങ്ങിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സെറമൈഡ് മോയിസ്ചറൈസേഴ്സ് വാങ്ങിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തത്. പ്രത്യേകിച്ച് നിങ്ങൾ 24 ഏജിന് എബോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം സെറമൈഡ് ഇൻഗ്രീഡിയൻസ് ഉള്ള മോയിസ്ചറൈസേഴ്സ് പല പല കമ്പനിയുടെ യൂസ് ചെയ്ത് ഏത് കമ്പനിയാണെന്ന് നോക്കണം, അതിനകത്ത് സെറമൈഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്റെ ഞാൻ അത്രയും പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും എന്റെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്ന 2 ഇൻഗ്രീഡിയന്റുകളിൽ ഒന്നാണ് സെറമൈഡ്, പിന്നെ കോസ്റെക്സിന്റെ സ്നെയിൽ മ്യൂസിൻ. അപ്പൊ ഇത് രണ്ടും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എടുത്ത് പറയുന്നത്. സെറമൈഡ് മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കിന്നിനൊരു എഫക്റ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നോ നാളെയോ മനസ്സിലാവില്ല, ഒരു 1 ഇയർ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റിനെ പറ്റിയിട്ടാണ് സെറമൈഡ്. അതായത് നമ്മുടെ സ്കിന്നിനെ എല്ലാം പിടിച്ചു നിർത്തുന്ന ആ ഒരു സിമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സിമെന്റ് സെറമൈഡ് ഓക്കെ അല്ല CC. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ ഏതെങ്കിലും സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്കിൻ കൺസേൺ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്കിന്നിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ട്യൂസ്ഡേയിലെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.